ആ ഭാര്യയോടൊപ്പം തന്റെ ജീവിതത്തില് അള്ളാഹു 1 കൊല്ലം കഴിയുമ്പോ 9 മാസം 10 ദിവസം കഴിയുമ്പോ നിനക്ക് തരുന്നത് പൊന്നുമക്കളാണ്. ആ മക്കളും ത്വയ്യിബത്താകണമെന്ന മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ പഠിപ്പിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. എന്തിനാ ദുആ ചെയ്തതെന്നറിയോ സഹോദരങ്ങളെ? ഒരു സന്താനത്തിന് വേണ്ടി സക്കരിയ നബി ദുആ ഇറക്കുകയാണ്. ഖാല റബ്ബി ഹബിലി മില്ലദുങ്ക ദുർരിയതൻ ത്വയ്യിബാ. പടച്ചവനെ, ത്വയ്യിബത്തായ സന്താനത്തെ എനിക്ക് തരണേ അല്ലാ. അവിടെയും ത്വയ്യിബത്തിനെയാണ് പറഞ്ഞത്. വീട് ത്വയ്യിബത്തായ പോരാ, നാട് ത്വയ്യിബത്തായ പോരാ, മണ്ണ് ത്വയ്യിബത്തായ പോരാ, വൃക്ഷങ്ങൾ ത്വയ്യിബത്തായ പോരാ, വ്യക്തിത്വം ത്വയ്യിബായ പോരാ, കഴിക്കുന്ന ഭാര്യ ത്വയ്യിബത്തായ പോരാ, സന്താനങ്ങളും അങ്ങനെ ആകണം. അതുകൊണ്ടാണ് ദുആ ചെയ്തത്. റബ്ബി ഹബിലി മില്ലദുങ്ക ദുർരിയതൻ ത്വയ്യിബാ. പടച്ചവനെ, ത്വയ്യിബത്തായ ഒരു ദുർരിയത്തിനെ എനിക്ക് തരണേ അല്ലാ. ഇന്ന് മക്കൾ പിഴച്ചു പോകുമ്പോൾ ദ്വാരക്കുന്നു അല്ലേ? എപ്പോഴാ ദ്വാരക്കേണ്ടത്? എപ്പോഴാ ദ്വാരക്കേണ്ടത്? ദുആ ചെയ്യേണ്ടത് മക്കള് പിഴച്ചു പോകുമ്പോ ആ മക്കളെ കൈ പിടിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് ഉസ്താദിന്റെ മുമ്പിൽ എത്തിയിട്ട് പറയുന്നു, ഉസ്താദേ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ദുആരെന്ന് നന്നാക്കിത്താ, നിങ്ങളൊരു നൂലെങ്കിലും ഓതി കൊടുത്തിട്ടൊന്ന് നന്നാക്കിത്ത. ഇത് പറയേണ്ടത് മക്കള് കഞ്ചാവ് വെച്ച് നടക്കുന്ന പ്രായത്തിലല്ല. അടക്കയാണെങ്കിൽ നമ്മുടെ ഈ അരയിൽ വെക്കാം, പക്ഷെ അടക്ക മരമായ പിന്നെ വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാലും മക്കള് പിഴച്ചിട്ടല്ല ദ്വാരക്കേണ്ടത്. സക്കരിയ നബി ദ്വാരന്നത് എപ്പോഴാണ്? ഹന്ന ബീവി മറിയം ബീവിക്ക് വേണ്ടി ദ്വാരന്നത് എപ്പോഴാണ്? സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ എന്ന പ്രവാചകന് വേണ്ടി ദ്വാരന്നത് എപ്പോഴാണ്? സക്കരിയ നബി തനിക്ക് വരാൻ പോകുന്ന പുത്രനെ പറ്റി ദ്വാരന്നത് ഭാര്യ ഗർഭിണിയായപ്പോഴല്ല, സഹോദരങ്ങളെ, പ്രസവിച്ചതിന് ശേഷമല്ല, മക്കള് വളർന്നു വരുമ്പോഴല്ല, വളർച്ച മുരടിക്കുമ്പോഴല്ല, മതപരമായി പിന്നോക്കം നിൽക്കുമ്പോഴല്ല. എപ്പോഴാണ്? വിവാഹ പ്രായമെത്തുമ്പോ, വിവാഹം കഴിക്കുമ്പോ, ആ സമയത്ത് നീ ദുആരക്കണ. റബ്ബി ഹബിലി ദുർരിയതൻ ത്വയ്യിബാ. അല്ലാഹുവേ, ത്വയ്യിബത്തായ സന്താനങ്ങളെ തരണേ അല്ലാ. എന്നാ നീയോ ദ്വാരക്കുന്നില്ല. നിനക്ക് വേണ്ടി ദ്വാരക്കുമ്പോഴെങ്കിലും ഒരു ആമീൻ പറ. അതാണ് നിക്കാഹിന്റെ സദസ്സുകളുടെ നോക്ക്. നിക്കാഹിന്റെ സദസ്സിൽ നോക്ക്, പുതിയാപ്പിളയെ കൊണ്ടിരുത്തിയിട്ട് എല്ലാം കഴിഞ്ഞ് കബുൽത്തും അതുപോലെ തന്നെ കബൂലും ഈജാബും ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മകളെ പിന്നെ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ച് തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു സല്ലല്ലാഹു തആല വസല്ലം എല്ലാം പറഞ്ഞിട്ട് ഫാത്തിഹ ഫാത്തിഹ അടിച്ചിട്ട് ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വദത്തൈനിയും ഒക്കെ ഓതിയിട്ട് ഖതീബ് ദുആരക്കും. നമ്മൾ കരുതുന്നത് എന്താ? ഇത് മഹല്ലിന്റെ സംവിധാനത്തിന്റെ ഒരു മാമൂലാണത്രേ. ദുആ ചെയ്യാതെ ഇമാമ് സദസ്യത്തിന് വന്നു നോക്കട്ടെ. ആ പള്ളിയിൽ അടുത്ത ഇമാമ് സുബഹിക്ക് വേറെ ഇമാമ് വരും. നിക്കാഹിന്റെ വേദിയിൽ നിന്ന് ഇമാമ് ദുആരക്കാതെ ഇറങ്ങി വന്നു നോക്കട്ടെ, എന്താ സംഭവിക്കുക? ആ പള്ളിയിൽ വേറെ ഇമാമാകും. നീ അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പിന്റെ പള്ളിയായിരിക്കണം. ഈ അടുത്ത സമയത്ത് പറഞ്ഞ ഒരു നിക്കാഹിന് വിളിച്ചൊരു സഹോദരൻ, ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവൂല. അവൻ പറഞ്ഞു ഒന്ന് വന്നെങ്കിൽ കൊള്ളാം. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവുമെങ്കിൽ വരാന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇല്ലാത്ത തന്നെ നന്നായി, ആകെ പ്രശ്നമായി. ഞാൻ എന്തു പറ്റി? അവര് ദുആ ചെയ്യാത്ത കൂട്ടരാ. അവര് ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരറ്റ പോക്ക്, ഒരറ്റ ഓട്ടം. അവര് പുതിയാപ്പിളക്ക് പിന്നെ ഈ ദുആരെന്നാൽ എന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത്? എടാ, നീയോ ദുആരക്കുന്നില്ല. റബ്ബി ഹബിലി ദുർരിയതൻ ത്വയ്യിബാ, നീ ദുആരക്കുന്നില്ല. എന്നാൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇമാം ദുആരക്കുന്നത്? അല്ലാഹുവേ, അല്ലാഹുമ്മ ഖ്രിജ് ലഹുമാ ദുർരിയതൻ ത്വയ്യിബതൻ തൻഫഉ ലഹുമാ ഫിദ്ദുനിയ വൽ ആഖിറ. ആഖിറത്തിലും ദുനിയാവിലും ഉപകരിക്കുന്ന മക്കളെ നീ കൊടുക്കണേ ഈ രണ്ട് ദമ്പതികൾക്ക് എന്ന് പറഞ്ഞ് ദുആരക്കുമ്പോൾ യവ ഇങ്ങനെ ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല വായി നോക്കി ഇങ്ങനെ ഇരിക്കായിട്ട് പിന്നെ ഷൂവും കോട്ടൊക്കെ ഇട്ടിട്ട് യവ ഇരുന്ന് ഒന്ന് ആമീൻ ആത്മാർത്ഥ. നീയോ ചെയ്യുന്നില്ല, നിനക്ക് വേണ്ടി ചെയ്യുമെങ്കിൽ ഒരു ആമീനെങ്കിലും പറഞ്ഞൂടെ? ഇത് ഇങ്ങനെയാണ് ദുആരക്കുന്നതെന്ന് അറിയണ്ടേ?
എനിക്ക് എന്റെ ഭാര്യയും ഞാൻ ഭാര്യയെ സ്വീകരിക്കാൻ പോകുന്ന ഇന്നത്തെ ദിവസത്തിൽ എനിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ രാത്രികളിൽ ഞങ്ങൾക്ക് റബ്ബ് തരാൻ പോകുന്ന കുഞ്ഞ് സന്തോഷമുള്ള അനുഗ്രഹീതനായ കുഞ്ഞാകാൻ വേണ്ടിയിട്ടാണ് ഈ മൊയ്ലിയാരെ ദ്വാരക്കുന്നത് എന്ന സാമാന്യ ഓർമ്മയെങ്കിലും ബോധമെങ്കിലും ചെറുപ്പക്കാർക്ക് വേണ്ടേ? അതുകൊണ്ട് പള്ളികളിൽ കൃത്യമായി കല്യാണത്തിന് മുമ്പ് അവർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്ലാസ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പള്ളികൾ വെറും ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനും മാത്രമാക്കിയ പോരാ. പള്ളികൾ ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഈ കുറക്കോട് എന്ന് പറയുന്ന ഈ മുള്ളിക്കാടുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഹിന്ദു പട്ടിണി കിടന്നാൽ, ഒരു ക്രിസ്ത്യാനി പട്ടിണി കിടന്നാൽ, ഒരു മുസ്ലിം പട്ടിണി കിടന്നാൽ അവർക്ക് നാളെ എന്ത് സൗകര്യം ചെയ്തു കൊടുക്കാമെന്നതിനെ പറ്റി ആലോചിക്കേണ്ട ഇസ്ലാമിന്റെ ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഈ കാണുന്ന പള്ളി. ആ പള്ളിക്കകത്ത് വെച്ച് ഇവിടത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മദീന പള്ളിയിൽ ഹബീബായ നബി തങ്ങൾ പിരിവെടുത്തിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ഒരു പള്ളി എന്ന് പറയുന്നത് കേവലം നമസ്കാരത്തിനും ബാങ്കിനും മാത്രമല്ല. പള്ളികൾ ഒരു നാടിന് ആവശ്യമായ എല്ലാം ഉണ്ടാവണം. അള്ളാഹുവെ, വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോ ഒന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങണമെന്ന് വിചാരിച്ച പള്ളി തുറന്നു കിടക്കും. കക്കൂസൊക്കെ ഗോദ്രജിന്റെ പൂട്ടിട്ടുണ്ടാവും. അതാണ് ഒരാള് എന്തെല്ലാം പ്രതീക്ഷയോടുകൂടി ആ പള്ളി കയറുന്നത്. ഒന്ന് മൂത്രമൊഴിക്കണം, പള്ളിയിലല്ല ബാത്റൂമില് മൂത്രമൊഴിക്കണം, എന്നിട്ട് ഒന്ന് ഒളു ചെയ്യണം, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്. അതൊക്കെ നമ്മുടെ പള്ളികളിലെ സൗകര്യം. അതിന് ഒരാളെ നിയമിക്കണം. അള്ളാഹ്ക്ക് പൈസ എന്തിനാണ്? പള്ളിയുടെ പൈസ അള്ളാഹ്ക്ക് എന്തിനാണ് എന്ന് പറയുന്നത് എന്താ? കമ്മിറ്റിക്കാർ പറയുന്നത് പൈസ വലുതായിട്ടൊന്നും പൈസ ഇല്ല. എന്തിനാ പൈസ? അള്ളാഹ്ക്ക് ലാഭം പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അള്ളാഹ്ക്ക് നീക്കിയിരിപ്പ് എന്തിനാണ്? ഈ പൈസ പൊതുജനങ്ങൾ കൊടുക്കുന്നത് പള്ളിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ്. നല്ല ഇമാമിനെ വെക്കണം, നല്ല മുഅദ്ദിനെ വെക്കണം, പള്ളി പരിപാലിക്കാൻ നല്ല അതിന്റെ പിന്നെ ശുചീകരണത്തിന് നല്ലൊരു ആളിനെ വെക്കണം. പരിശുദ്ധ ഹറമിൽ കണ്ടില്ലേ സഹോദരങ്ങളെ, സൗദി അറേബ്യയുടെ അതിന്റെ 90% റവന്യൂവും ഈ ഹറമുകളുടെ ആ നവീകരണത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കാൻ. അവിടെ ചെന്ന പരിശുദ്ധ മസ്ജിദുൽ ഹറമിൽ കയറിയാൽ മത്താബ് വരെ നാവ് കൊണ്ടൊന്ന് നക്കി പോകാൻ വേണ്ടി തോന്നും നമുക്ക്. അത്രയും നല്ല ക്ലീനായി കിടക്കാൻ. എത്ര മനോഹരമാണ് അവരുടെ ക്ലീനിങ് തന്നെ. ആ ക്ലീനിങ് തൊഴിലാളികളെ ഒന്ന് തൊടുന്ന തന്നെ എത്ര പുണ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പള്ളികൾ അങ്ങനെ ആക്കണം. ഇത് പള്ളിയിൽ ഒരു സൈഡിൽ പല്ലിത്തീട്ടം കിടക്കുന്ന, ഇവിടെ പിന്നെ കാട്ടിച്ചു വെച്ചിരിക്കുന്ന എന്തൊരു വൃത്തികേടാണ്. ഞാൻ പറയുന്നത് നമ്മുടെ പള്ളികളുടെ ലുക്ക് തന്നെ മാറണം. പള്ളിയിൽ നമ്മൾ കൃത്യമായി ആ പള്ളി നമ്മുടെ നാടിന്റെ തന്നെ എല്ലാ കേന്ദ്രവും ആ പള്ളിയാകണം. ഒരു നാട്ടിലൊരു വിഷയമുണ്ടായ പള്ളിയിലാണ് പരിഹരിക്കേണ്ടത്. അത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. ഈ പണ്ടുള്ള ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? പണ്ടുള്ള ആളുകൾക്കറിയാം പരിഹാരം പള്ളിയിലാണെന്ന്. അവരുടെ നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം, കടകളിലെ തർക്കങ്ങളുടെ പരിഹാരം പള്ളിയിലായിരുന്നു. ഇന്ന് പള്ളിയിലെ വിഷയത്തിന്റെ പരിഹാരം കടകളിലാണ് നടക്കുന്നത്. പള്ളിയിലെ ഇമാമിനെ പിരിച്ചു വിടുന്നതിന്റെ ചർച്ച നടക്കുന്ന ചായക്കടയിലാണ്. പണ്ടെങ്ങനായിരുന്നു? പള്ളികളുടെ പുറത്ത് നടക്കുന്ന മുഴുവൻ ചർച്ചകളുടെയും പരിഹാരം പള്ളിയിലാണ്. അതുകൊണ്ടാ പറയുന്നത് പണ്ട് പള്ളിയിൽ പോയി പറയണമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ പള്ളികൾ അങ്ങനെയാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾ നമുക്ക് അനുഗ്രഹീതമാകണം. അതിന് ദുആ ചെയ്യേണ്ടത് നിക്കാഹിന്റെ വേദിയിൽ വെച്ചാകണം ദ്വാരക്കേണ്ടത്. കല്യാണം കഴിക്കുന്ന സമയത്തും അതിന് മുമ്പുമാണ് റബ്ബേ എനിക്ക് തൊയ്യിബത്തായ മക്കളെ തരണേ എന്ന് പറയേണ്ടത്. അല്ലാതെ LKG കൊണ്ടുവന്നാക്കിയിട്ട് ടീച്ചറൊക്കെ മുഖത്തടിച്ചിട്ട് വരുന്ന മക്കളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പടച്ചോനെ ഇനി എത്ര ഏലസ് കെട്ടി കൊടുത്താലും ഈ മിന്നലേറ്റ അടിച്ചു പോകുന്ന അല്ലാതെ ഒരു രക്ഷയില്ല. ഒരിക്കലും ആ മക്കൾ നന്നാവൂല. നന്നാകേണ്ടത് തുടക്കത്തിലാണ്. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ദ്വാരക്കണം. അതാണ് സക്കരിയ നബി ദ്വാരന്നത്. നിന്റെ സന്താനം എങ്ങനെയാകണം? ഖാല റബ്ബി ഹബ്ലി മില്ലദുങ്ക ദുരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, നീ ദുആ കേൾക്കുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. അപ്പൊ വീട്ടിലെ ഭാര്യ മക്കളൊക്കെ തൊയ്യിബത്തായി. അപ്പൊ എന്തൊക്കെയായി? നമ്മുടെ നാടായി, നാട്ടിലെ ഓരോ മണൽത്തരികളായി, നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളായി,
നമ്മുടെ വീടായി, നമ്മുടെ ഭാര്യയായി, നമ്മുടെ മക്കളായി, അൽഹംദുലില്ലാഹ് എല്ലാം ത്വയ്യിബത്ത്, എല്ലാം ത്വയ്യിബത്തായി. അങ്ങനെ മക്കളൊക്കെ ആകുമ്പോ നമ്മുടെ മനസ്സൊന്ന് മാറും. നമ്മൾ ചിന്തിക്കും, പടച്ചവനെ ഇനി പഴയതുപോലെ കളിച്ചു നടന്നാ പറ്റൂല, ഇനി പഴയതുപോലെ ഞാന് ആളുകളോടൊപ്പം കളിച്ചു നടന്നാ, കൂട്ടുകൂടി നടന്നാ പറ്റില്ല, ഇനി ഞാൻ മേലനങ്ങി പണിയെടുക്കണം, ഇനി ഞാൻ അധ്വാനിക്കണം, എന്റെ മക്കൾക്ക് ആഹാരം കൊടുക്കണം, എന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം, അതുകൊണ്ട് ഞാൻ ഇനി അധ്വാനിക്കണം. ആ അധ്വാനം ത്വയ്യിബത്താകണമെന്നാ, അധ്വാന ത്വയ്യിബത്താകണമെന്നാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ അല്ലാഹ് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും, മിൻ ത്വയ്യിബാതി മാ കസബതും, നിങ്ങൾ അധ്വാനിച്ചതിൽ നിന്ന് ത്വയ്യിബത്തിന് നിങ്ങൾ എടുത്ത് ധർമ്മം ചെയ്യണമെന്നാ. സഹോദരങ്ങളെ ചിന്തിക്കണേ, നമ്മുടെ അധ്വാന ത്വയ്യിബത്താകണമെന്നാ, നമ്മൾ അധ്വാന ത്വയ്യിബത്താകണം. നമ്മൾ ഹലാലായ അധ്വാനം നമ്മൾ ഹലാലായ നിലയിലേക്ക് അധ്വാനിക്കുമ്പോൾ ആ അധ്വാനത്തിന്റെ മഹത്വം എന്തെന്നറിയോ? ഒരൊറ്റ സംഭവം മാത്രം പറയാ. എന്റെ ഏതെങ്കിലും പ്രവാസികൾ ഇത് കേൾക്കുന്നെങ്കിൽ, ഗൾഫ് രാജ്യത്തുള്ള മുഴുവൻ പ്രവാസികളും, എല്ലാ പ്രവാസികളും, ദീനിനോട് വിജ്ഞാന വേദികളോട് താല്പര്യമുള്ളവരൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ വിദേശ രാജ്യത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ കിളിക്കൊഞ്ചല്, അവരുടെ കളി, അവരുടെ തമാശ, അവരുടെ കുഞ്ഞിളം ആ ചുണ്ടിൽ നിന്ന് അവരുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ആ കുഞ്ഞിളം ചിരി, ആ മോണയിൽ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള പുഞ്ചിരി, അത് കാണാനുള്ള ഭാഗ്യമില്ലാതെ അങ്ങ് മണലാരുണ്യത്തിൽ പണിയെടുക്കുന്ന പ്രവാസികൾ, ബാപ്പമാര്, അവര് കല്യാണം കഴിഞ്ഞ് 6, 7, 8 മാസം കഴിഞ്ഞപ്പോ യാത്രയായവരാ, വരാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടെ നിൽക്കുന്നു. കുട്ടിക്ക് 2, 3 വയസ്സായി, എന്നിട്ടും വരാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വന്നാൽ 2, 3 മാസം നിൽക്കും കുട്ടി. ഉമ്മാടെ ഒക്കത്ത് നിന്ന് വാപ്പാടെ അടുത്തേക്ക് വരുന്ന സമയമാകുമ്പോ വാപ്പ അടുത്ത യാത്ര തുടങ്ങി, അല്ലേ? പെട്ടെന്ന് വന്നോടനെ വാപ്പാന്ന് വിളിച്ചോണ്ട് ചാടൂലല്ലോ മക്കള്. അപ്പം വാപ്പയുമായിട്ട് ഇണങ്ങി വരുന്ന സമയമാകുമ്പോഴേക്ക് വാപ്പാക്ക് അടുത്ത് പോകാനായി. ഒരു ദിവസം താമസിച്ചാൽ പിന്നെ അവന്റെ ജീവിതം അതോടെ തീർന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് 10, 20, 30 വർഷം ഗൾഫിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് തിരിച്ച് അവളെ മോളെ കെട്ടിച്ചു വിട്ടു. വീണ്ടും ഗൾഫിലേക്ക് പറന്നു. അവിടെ ചെന്ന് അവസാനം എല്ലാ അസുഖവും പിടിച്ച് വില കൂടിയ വിസ എടുത്ത് പോയവൻ വില കുറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ വസ്തുവായി, വില കുറഞ്ഞ ഭക്ഷണം കഴിച്ച്, വില കുറഞ്ഞ തുണി ഉടുത്ത്, വില കുറഞ്ഞ മനുഷ്യനായി തിരികെ നാട്ടിലേക്ക് എത്തുമ്പോ, ഇത്രയും നാൾ അധ്വാനിച്ചതില് നല്ല നിലയിൽ, എന്നാ ഞാൻ 10-30 കൊല്ലം ഗൾഫിൽ നിന്നല്ലേ, എന്നാ നല്ല വയറ് നിറച്ചെനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഏത് ഗൾഫുകാരനാ കഴിക്കുന്നത്? ഗൾഫുകാരന്റെ മുമ്പിൽ ഭാര്യ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോ പറയും, ഇതൊന്നും എനിക്ക് കഴിച്ചുകൂടാ, ചപ്പാത്തി മാത്രം, ഇല്ലേ? മധുരം നന്നായിട്ട് ഉപയോഗിക്കാൻ, ഷുഗർ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ അവിടത്തെ അധ്വാനത്തിൽ നിന്ന് തനിക്ക് കിട്ടിയതിന്റെ ബാക്കി പത്രമാണ് ഷുഗറും ഈ അസുഖങ്ങളൊക്കെ. ഇതെല്ലാം പിടിച്ചിങ്ങ് വന്നു. അപ്പോഴോ മകളും മകളുടെ ഭർത്താവിനോടൊപ്പമാണ്. ആകെ കണ്ടത് എണ്ണി എടുത്താൽ കൃത്യമായി 10-40 ദിവസം മാത്രം കണ്ടിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ഗൾഫുകാരന്റെ ദുനിയാവ് എന്ത് ദുനിയാവാ? കാരണം ഇവിടെ നിന്നാൽ ജോലിയില്ല, വല്ലാതെ പെട്ടുപോകുന്ന ഒരു സമൂഹം. എത്ര ദുആ അപ്പോഴാണ് നമ്മളെ പരാതി എന്താണെന്നറിയോ? അവൻ വന്നിട്ട് അവൻ ഒരു സ്പ്രേ തന്നാൽ എന്താ, അവന് ഒരു കോടാലി തൈലം തന്നാൽ എന്താണ്, ഒരു നഖം വെട്ടി തന്നാൽ എന്താണ്? നമ്മുടെ പരാതിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യവൻ വരുന്നതിന്റെ തലേ ദിവസം 10 രൂപയ്ക്ക് കിട്ടുന്ന ചൈനീസ് മേള പോലുള്ള വലിയ ഷോപ്പിൽ പോയിട്ട് കിട്ടുന്ന പൈസക്ക് പിടിച്ചു വെച്ചതിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ ഓർത്തെടുക്കും. എന്റെ വീടിന്റെ അപ്പുറത്താറുണ്ട്, ഇപ്പുറത്താറുണ്ട്, കുട്ടികൾ എത്ര, വലിയവരെത്ര, മുതിർന്നവരെത്ര, പെണ്ണുങ്ങളെത്ര എന്ന് എണ്ണം എടുത്തിട്ട് കൃത്യമായി എണ്ണം എടുക്കണമെങ്കിൽ ഒന്നിനെ വിട്ടുപോയതാണ്. ഇവര് പോയത് ഈ ഈത്തപ്പനെ പിടിച്ച് കുലുക്കിയിട്ട് റിയാല് പറക്കാനല്ലല്ലോ. അവർ പോകുന്ന ആ പ്രവാസികളുടെ കഷ്ടപ്പാട് അറിയണമെങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ പോകണം. ഉംറയ്ക്ക് പോകുന്ന സമയത്ത് ഇതേ ജില്ലയിൽപ്പെട്ട ഇവിടെ നിന്ന് 10-12 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു നാട്. ആ നാട്ടില് ഒരു സഹോദരൻ, അതിന് ഉമ്മാന്റെ 1ാമത്തെ ആണ്ടാണ്. ഉമ്മ പോകുമ്പോ മകന് സന്തോഷത്തോടെ യാത്രയാക്കിയ ഉമ്മ
ഉമ്മ പിറ്റേ വർഷം മരണപ്പെട്ടു. 2 കൊല്ലമായി, 1ാമത്തെ ആണ്ട്. അപ്പോ ഉംറയ്ക്ക് ഞാൻ ഉണ്ടെന്നറിഞ്ഞപ്പോ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഒന്ന് ദ്വാരക്കാൻ റൂമിൽ ചോദിച്ചു. അങ്ങനെ ഞാൻ ചെല്ലുമ്പോ ഞാൻ കരുതി അദ്ദേഹം ഇങ്ങനെ പിന്നെ സാധാരണ നമ്മൾ ഇവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പിന്നെ ആണ്ടിന് പോകുന്നത് പോലെ പിന്നെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ? ഞാൻ ഇപ്പൊ വരാം ഉസ്താദ് എന്ന് പറഞ്ഞു. നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഇടയിൽ നിന്ന് ഒരു അരമണിക്കൂർ അദ്ദേഹം അവധി പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി വരിക, കുറച്ച് പിന്നെ ഫുഡും വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ റൂമില് അദ്ദേഹത്തിന്റെ റൂമില് ഒരു വലിയ പേപ്പർ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. എന്താണെന്നറിയോ? അവിടെ 3 കട്ടിലാണ്, ഒരു കട്ടിലിൽ 4 പേരാണ്. അങ്ങനെ 12 പേര് കിടക്കുന്ന ഒരു ചെറിയ കെട്ടിടം, ഒരു ചെറിയ റൂം. ആ 12 പേര് ഒരു കട്ടിലിന് മുകളിലും താഴെയായിട്ട് ബർത്ത്, ട്രെയിനിന്റെ അവസ്ഥ പോലെയാ അങ്ങനെ കിടക്കുന്നത്. മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ പോലും മുകളിൽ നിർത്തും, താഴോട്ട് ഇറങ്ങൂല. കാരണം എന്താ? കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് വന്ന് കിടക്കുക. താഴോട്ട് ഇറങ്ങുന്നതിന്റെ കൂട്ടത്തിൽ താഴെ കിടക്കുന്നവൻ ഉണർന്നാലോ അന്നത്തെ കാര്യം അവന്റെ കാര്യം പോയി, കാരണം ഉറക്കം പോയി. അതുകൊണ്ട് അവിടെ കടിച്ച് പിടിച്ച് അവിടെ കഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു പ്രവാസി, ആ പ്രവാസി പാവപ്പെട്ട ആ സഹോദരന്റെ റൂമിൽ ഒരു പേപ്പറിൽ ഒട്ടിച്ചിരിക്കുന്നു, കക്കൂസ് വൃത്തിയാക്കേണ്ടവർ. ഇങ്ങനെ പേരെഴുതിയിട്ടിരിക്കുക. ഓരോ ദിവസം അങ്ങനെ റൗണ്ട്സ് ഇങ്ങനെ കറങ്ങി വരും അല്ലേ? എന്നിട്ട് റൂം വൃത്തിയാക്കേണ്ടവർ, പാചകം ചെയ്യേണ്ടവർ, ഇങ്ങനെ ഓരോ ലിസ്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവരുടെ ഗൾഫിന്റെ അത്തർ, അവരുടെ ഊതിന്റെ മണം നാട്ടി വരുമ്പോഴേ ഉള്ളൂ കൂട്ടരെ, നാട്ടിൽ വരുമ്പോഴേ ഉള്ളൂ. നിന്റെ ഭർത്താവ് പുറത്തിറങ്ങുമ്പോൾ വിദേശ പെർഫ്യൂം അടിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആ മണമുണ്ടല്ലോ, അത് ഈ നാട്ടിൽ വരുമ്പോഴേ ഉള്ളൂ. വിദേശത്ത് പോയാ നിന്റെ ഭർത്താവിന്റെ ദുർഗന്ധം കാരണം നിനക്ക് അടുക്കാൻ പറ്റില്ല. കാരണം അത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചെറിയ പെർഫ്യൂം വാങ്ങിക്കൊണ്ടുവരുന്നത്. ഈ പ്രവാസികൾ, ഞാൻ പറഞ്ഞു വന്നത്, ഇതിനിടയിലും ഇതുപോലുള്ള സദസ്സുകൾ, പ്രസംഗം കേൾക്കുന്ന ആളുകളുണ്ട്. ഇന്നലെ ഞാൻ കർണാടകയില്, ദക്ഷിണ കന്നഡ ജില്ലയില് സൽമാറ എന്ന പ്രദേശത്താണ് ഇന്നലെ ഈ സമയത്ത് ഞാൻ പ്രസംഗിച്ചത്. അവിടെ പ്രസംഗം കഴിഞ്ഞ് രാവിലെ ഞാൻ അവിടെ നിന്ന് രാത്രി തന്നെ രാവിലെ അവിടെ നിന്ന് തിരിച്ചു ഞാൻ ഇവിടെ വന്നു. ഞാൻ പറയുന്നത്, ഇങ്ങനെ വരുമ്പോ ഒരു സഹോദരൻ, പ്രവാസിയായ സഹോദരൻ, അതെനിക്കൊരു മെസ്സേജ് അയച്ചു. ഉസ്താദെ, ഇന്നലെ തിരക്കിനിടയിൽ പകുതിയെ കേൾക്കാൻ പറ്റുള്ളൂ, ബാക്കി പകുതി ഇന്ന് രാവിലെ കേട്ടു, അൽഹംദുലില്ലാ പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രവാസികളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ ഹദീസാ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാ. ഇവിടെ വളയം പിടിച്ച് ജീവിക്കുന്നവരില്ലേ, ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവരില്ലേ, ഇവിടെ മൺവട്ടിയും മൺകോരിയും കുന്താലിയും പിക്കാസും എടുത്ത് പാടത്ത് പണിയെടുക്കുന്നവരില്ലേ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളെ പൊറുപ്പിക്കപ്പെടാൻ നമസ്കാരത്തിന് കഴിയും, നോമ്പിന് കഴിയും, സക്കാത്തിന് കഴിയും, ഹജ്ജിനും ഉംറയ്ക്കും നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ കഴിയും. നമസ്കാരം കൊണ്ടും ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും പൊറുക്കാത്ത ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങളെ പൊറുപ്പിക്കാൻ ദുനിയാവിൽ അല്ലാഹു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അൽ ഹമ്മു. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതിന്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്ന, നിങ്ങൾ നാളെ റബ്ബേ പണി കിട്ടുമോ, പണിയെടുത്താൽ കൂലി കിട്ടുമോ എന്ന നിങ്ങളുടെ മനസ്സിന്റെ വ്യാകുലത ഉണ്ടല്ലോ, ആ മനസ്സിന്റെ ടെൻഷൻ, അത് ഹജ്ജ് കൊണ്ടും നോമ്പ് കൊണ്ടും പൊറുക്കപ്പെടാത്ത ചില പാപങ്ങളെ പൊറുപ്പിക്കാൻ നിങ്ങൾക്ക് ഈ മനസ്സിലെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോഴുള്ള നിങ്ങളുടെ മനസ്സിന്റെ ടെൻഷന് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തീരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് നിസ്കാര തഴമ്പുള്ള ഒരു മുസൽമാന്റെ, ഒരു സഹാബിയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. നോമ്പ് പിടിച്ച് ചുണ്ട് വരണ്ടുണങ്ങി തൊണ്ട പൊട്ടിപ്പോയ ഒരു സഹാബിയുടെ ചുണ്ടിൽ ചുംബനം കൊടുത്ത കാരുണ്യത്തിന്റെ തിരുദൂതരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. നബിതങ്ങൾ നടന്നു വരുമ്പോൾ ഒരു സഹാബി കയ്യിൽ എന്തോ കരുതി വെച്ചിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു, മൺവട്ടിയാ നബിയെ. എവിടെ പോയി പ്രിയപ്പെട്ട സഹാബിയോട് ചോദിച്ചു. ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി പണിയെടുക്കാൻ പോയതാ. ആ കൈ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ തഴമ്പ്, കായ്പ് ഇങ്ങനെ കായ്ച്ചു കിടക്കുക. ആ കൈ പിടിച്ചിട്ട് നബിതങ്ങൾ ആ കയ്യിൽ മുത്തം കൊടുത്തു. എന്നിട്ട് ആ കൈ പിടിച്ചിട്ട് സഹാബത്തിന്റെ നേരെ കാണിച്ചിട്ട് പറഞ്ഞു, സ്വർഗം കൈ നീട്ടി വാങ്ങുന്ന കൈ കാണണോ? ഈ കൈ അങ്ങനത്തെ സ്വർഗം വാങ്ങുന്ന കൈയാ. അധ്വാനിക്കുന്നവന്, കഷ്ടപ്പെടുന്നവന് അള്ള കൊടുക്കുന്ന കൂലി, എന്ത് നല്ല കൂലി അള്ള തരിക. നമ്മൾ തെങ്ങിൽ കയറുമ്പോ, വളയം പിടിക്കുമ്പോ, നമ്മൾ ഹാൻഡിൽ പിടിക്കുമ്പോ, നമ്മൾ കുന്താലി കൊണ്ട് കിളക്കുമ്പോ, നമ്മൾ എന്ത് ജോലിയാണോ
ഒരു ബിസിനസ് നടത്തി, ഒരു കച്ചവടം, ഒരു ചെറിയ ഒരു സ്റ്റേഷനറി കട നടത്തി, ഒരു ചായക്കട നടത്തി. ആ സമയത്ത് ആളുകൾ വരുമ്പോൾ നമ്മൾ തൂക്കി കൊടുക്കുന്നു, പൈസ വാങ്ങിയിടുന്നു, ചായ ഒഴിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഹോട്ടൽ നടത്തുമ്പോൾ ആ പാകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലടിക്കുന്ന ചൂടുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ പാപം അങ്ങനെ പുറത്തോണ്ടിരിക്കുകയാണ്. ഇത് എന്തിനായാൽ അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ സമ്പാദിച്ചുകൊണ്ട് കുടുംബത്തിനെ പോറ്റാനാണെങ്കിൽ ആ സമ്പാദ്യം അത് ത്വയ്യിബത്താകണം. അള്ളാഹു അത്രയും പ്രതിഫലം ആ കാര്യത്തിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനവും അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, ഓ വിശ്വാസികളെ, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാ കസബ്തും, നിങ്ങൾ അധ്വാനിക്കുന്നതിൽ നിന്ന് ഏറ്റവും നല്ലത് നിങ്ങൾ സദഖ കൊടുക്കുക, എങ്കിലേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. ആദ്യം നേർച്ച കൊടുത്താരെന്നറിയോ? ആദ്യം നേർച്ച കൊടുത്താരാ? ആദ്യം നേർച്ച അർപ്പിച്ചതാരാ? ആദം നബി അലൈഹിസ്സലാമിന് ഹവ്വാ റളിയല്ലാഹു തആല അന്നയ്ക്കും കൂടി മക്കൾ അല്ലാഹു തആല കൊടുത്ത് എത്രയെന്നറിയോ? എത്ര കൊടുത്തു? ആദ്യത്തെ പ്രസവത്തില് ഒരാണും ഒരു പെണ്ണും, അടുത്ത പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും. അള്ളാഹുവിന്റെ തീരുമാനം വന്നു, ആദ്യത്തെ പ്രസവത്തിലെ ആണ് രണ്ടാമത്തെ പ്രസവത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കണം. ഇനിയിപ്പോ എല്ലാ മനുഷ്യരെയും ഹവ്വാ ബീവിക്ക് പ്രസവിക്കാൻ പറ്റൂലല്ലോ, സന്താന ഉത്പാദനമല്ലേ. അപ്പൊ അതുകൊണ്ട് മക്കളിലൂടെ ഇനി സന്താനങ്ങൾ ഉണ്ടാക്കട്ടെ. 20 മക്കളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾ വീണ്ടും സന്താന ഉത്പാദനം നടത്തി. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ മനുഷ്യരുണ്ടായത്. മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവരും. അപ്പൊ ഈ വിവാഹത്തില് സുന്ദരിയായ തന്നോടൊപ്പം ജനിച്ച പെണ്ണിനെ തനിക്ക് വേണമെന്നൊരു ആഗ്രഹം തോന്നി. എന്നാൽ അള്ളാന്റെ നിയമം വന്നു, ഇല്ല, നിന്റെ കൂടെ പ്രസവിക്കപ്പെട്ട പെണ്ണിനെ നീ കെട്ടാൻ പറ്റൂല, അടുത്ത പ്രസവത്തിലുള്ള പെണ്ണിനെ നീ കെട്ട്, നിന്റെ കൂടെ പ്രസവിക്കപ്പെട്ട പെണ്ണിനെ അവനും കല്യാണം കഴിക്കട്ടെ. അങ്ങനെ കാബീല് പറഞ്ഞു പറ്റില്ല. ഹാബീല് അനുസരണയുള്ള അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും കാബീല് ധിക്കാരിയായ മോനുമായിരുന്നു. കുടുംബത്തിൽ അങ്ങനെ ഒരെണ്ണം കാണുമല്ലോ ഇവിടെ. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനം വന്നു, ആ മകളെ വിവാഹം കഴിക്കാൻ, അല്ലെങ്കിൽ തന്റെ കൂടപ്പറപ്പിനെ സുന്ദരിയായ പെണ്ണിനെ അവൻ തട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കൊല നടക്കാൻ. ആദ്യത്തെ കൊല നടന്നത് എവിടെയാ? ആദ്യത്തെ മനുഷ്യൻ തന്നെ കൊല ചെയ്തു. അതും എന്തിനാണ്? പെണ്ണിന് വേണ്ടി. അതും എന്തിന്? അസൂയയുടെ പേരിൽ. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ തീരുമാനം വന്നു, നിങ്ങൾ ഖുർബാന അർപ്പിക്കും, നേർച്ച അർപ്പിക്കും. ഖുർബാൻ എന്ന് ഖുർആൻ പറഞ്ഞതാ. ഇത് ഖറബ ഖുർബാൻ, അങ്ങനല്ലേ സാർ? ഖുർബാൻ എന്ന് അള്ളാഹ് പറഞ്ഞ വാക്കാ. അപ്പൊ ഖുർബാന അർപ്പിക്കണം. കാബീലിന്റെ ജോലി എന്തെന്നറിയോ? പച്ചക്കറി പിന്നെ കൃഷി ചെയ്യുക, അതാണ്. ഹാബീലിന്റെ ജോലി ആട് കൃഷിയാണ്, ആടിനെ പരിപാലിക്കുക എന്നുള്ള ജോലിയാണ്. ഹാബീൽ എന്ത് ചെയ്തു? ഖുർബാന വെക്കുക, നിങ്ങൾ രണ്ട് നേർച്ച നടത്തുക, ആടെ നേർച്ച സ്വീകരിക്കുവോ അവർക്ക് ആ പെണ്ണിനെ കെട്ടാം. അപ്പൊ എന്ത് ചെയ്തു? ഹാബീല് നല്ല ഒരാടിനെ നോക്കി, തന്റെ ആട്ടിൻ പറ്റങ്ങളിൽ നല്ല ഒരാടിനെ നോക്കിയിട്ട് ആ ആടിനെ നേർച്ചയർപ്പിച്ചു. രണ്ടാമത് കാബീൽ എന്ത് ചെയ്തു? നേർച്ചയല്ലേ, ഞാൻ തിന്നുന്നതല്ലല്ലോ, മറ്റുള്ളവർക്ക് കൊടുക്കണേല്ലേ. ത്വയ്യിബത്തല്ലാത്ത പച്ചക്കറിയില് ചീഞ്ഞു നാറിയ വെണ്ടയ്ക്ക, നശിച്ചു തീരാറായ അമരയ്ക്ക, ഇതെല്ലാം കൊണ്ടുവന്ന് നേർച്ചയർപ്പിച്ചു. സ്വീകരിച്ചത് ഹാബീലിന്റെ ആട്, അള്ളാഹു തള്ളിയത് കാബീലിന്റെ പച്ചക്കറി. ത്വയ്യിബത്തല്ലാത്തതിനെ അള്ളാഹ് തള്ളി, ത്വയ്യിബായതിനെ അള്ളാഹ് സ്വീകരിച്ചു. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നേർച്ച, ഈ ധനം ചെലവഴിച്ചതിൽ ഏറ്റവും നല്ലതിനെ അള്ളാഹ് സ്വീകരിച്ചു. അതാണ് അള്ളാഹ് പറഞ്ഞത് നിന്റെ സമ്പാദ്യത്തിൽ നിന്നും നല്ലതാണ് ചെലവഴിക്കേണ്ടത്. നിന്റെ സമ്പാദ്യം നല്ലതാകണം, നീ ചെലവഴിക്കുന്നത് നല്ലതാകണം. അതുമായി, സമ്പാദ്യവുമായി എന്റെ പ്രിയപ്പെട്ടവരെ ഇനി കഴിക്കണമല്ലോ. ആ കഴിക്കുന്ന വിഷയത്തിൽ ഇവിടെ മാത്രമാണ് നമ്മുടെ ചർച്ചയുള്ളത്. ഈ പറയാൻ പോകുന്ന വിഷയത്തിൽ മാത്രമാണ് ചർച്ചയുള്ളത്. 2 മണിക്കൂറായി, 10 മിനിറ്റ് കൂടെ പറയും ഇൻഷാ അല്ലാഹ്.
ശ്രദ്ധിക്കുക, അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എന്താ പറഞ്ഞത്? അല്ലാഹ് പറയുകയാണ്, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. ജനങ്ങളെ, യാ അയ്യുഹന്നാസ് ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, നിങ്ങൾക്ക് തന്നതിൽ ഹലാലായ ത്വയ്യിബായതിനെ നിങ്ങൾ കഴിക്കണേ. അല്ലാഹു പറയുകയാണ്, ഹലാലായതിനെ നിങ്ങൾ കഴിക്കണേ. ഹലാലായതിനെ മാത്രമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ, ഹറാമായതിനെ കഴിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇത് മുസ്ലിങ്ങളെ വിളിച്ച് പറഞ്ഞതല്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹൈന്ദവ സഹോദര, നീ എന്താണ് കഴിക്കേണ്ടത്? ക്രൈസ്തവ സഹോദര, നീ എന്താണ് കഴിക്കേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനു എന്നല്ല വിളിച്ചത്. യാ അയ്യുഹന്നാസു, മനുഷ്യരെ മനുഷ്യരെ മനുഷ്യരെ, ചുടുനീണ സിരകളിലൂടെ ഓടുന്ന മൂക്ക് കീപ്പോട്ടുള്ള മനുഷ്യരെ, ആദമിന്റെ മക്കളെ, കൊലോ നിങ്ങൾ തിന്നണേ, മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, പരിശുദ്ധമായ ഹലാലായതിനെ നിങ്ങൾ തിന്നണേ എന്ന് പറഞ്ഞാൽ ഉസ്താദും മന്ത്രിച്ച് ഊതിയതെന്നല്ല അർത്ഥം. പിന്നെന്താണ്? നിങ്ങളെ ഹലാലായ ത്വയ്യിബായത് കഴിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പിടിച്ചു പറിക്കാത്ത സാധനമെന്ന്. ഏതെങ്കിലും മൃഗങ്ങൾ കുത്തിയിട്ടിട്ട് പോയി മരിച്ചു പോയതല്ലാത്തത്, പോണ പോക്കില് വണ്ടി കയറി ഇറങ്ങിയിട്ട് ചത്തതല്ലാത്തത്, ആരുടെയും വീട്ടിൽ കയറി അവന്റെ ഫാം കയറിയിട്ട് അവനെ കാണാതെ പിടിച്ചു കൊണ്ടുവന്ന ആടല്ലാത്തത്, നല്ല നിലയിൽ അറുത്ത്, നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടറുത്ത് അതിന്റെ രക്തം മുഴുവനും വാർന്നുപോയി, അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയുള്ള ഭക്ഷണം ആ വൃത്തിയുള്ള പാത്രത്തിൽ വേവിച്ച് നല്ല മനോഹരമായ ത്വയ്യിബത്തായ ഭക്ഷണം നിങ്ങൾ കഴിക്കണമെന്ന് ഖുർആൻ എല്ലാ മനുഷ്യരോടും അത് പറയുമ്പോൾ, കഴിക്കുന്നതും എന്റെ പ്രിയപ്പെട്ടവരെ ത്വയ്യിബത്താകണം, കഴിക്കുന്നതും പരിശുദ്ധമാകണം. സഹോദര, അങ്ങനെ കഴിച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും ത്വയ്യിബാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതവും ത്വയ്യിബാകണം. എങ്ങനെയാകണമെന്ന് അല്ലാഹ് പറയുകയാണ്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മൻ അമില സാലിഹൻ, ആര് സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ, മിൻ ദക്കരിൻ, ആണാകട്ടെ, ഉൻസാ, പെണ്ണാകട്ടെ, അവര് സൽക്കർമ്മം ചെയ്യുന്നുണ്ട്. സൽക്കർമ്മം മാത്രം ചെയ്താ പോരാ. എത്ര എംപിമാര് നോമ്പ് പിടിക്കുന്നുണ്ട്, എത്ര MLA-മാര് നോമ്പ് പിടിക്കുന്നുണ്ട്. അമല് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു ഡിമാൻഡ് കൂടിയുണ്ട്, മന അമില സാലിഹൻ, ആരെങ്കിലും സൽപ്രവൃത്തി ചെയ്താൽ മിന ദക്കരിൻ, ആണാകട്ടെ, ഉൻസാ, പെണ്ണാകട്ടെ, വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയാണെങ്കിൽ, അവൻ അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബാ, അവന് ഞാൻ നല്ല ജീവിതം കൊടുക്കുന്നതാണ്, നല്ല ജീവിതം അവന് കൊടുക്കുന്നതാണ്. ഒരു വിഭാഗം ഉലമാക്കൾ പറഞ്ഞു ആ ഭൗതിക ലോകത്തെ ജീവിതമാണ്, എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരെ പറയുന്നത് ആഖിറത്തിലെ ജീവിതമാണ്. ഏതാണെങ്കിലും ആഖിറത്തിലാകട്ടെ ദുനിയാവിലാകട്ടെ ഈ നല്ല ത്വയ്യിബത്തായ ജീവിതം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അമൽ സാലിഹാത്ത് ചെയ്യണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമൽ സാലിഹാത്ത് അല്ലേ? അപ്പോഴപ്പോഴേ ചെയ്യാൻ പറ്റുന്ന അമൽ സാലിഹാത്ത് ഉണ്ട്. നടന്നു പോകുന്ന ഒരു സമയത്ത് ഒരാൾ എതിരെ വരുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നടന്നു പോകുമ്പോൾ ഒരാൾ എതിരെ വരുന്നു, അപ്പൊ ചെയ്യാൻ പറ്റിയ സാലിഹായ അമൽ എന്താണ്? അവന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക. ഇനി മുസ്ലിം ആണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടൊന്ന് ചിരിക്കുക. അവന്റെ കൈ രണ്ടും ചേർത്ത് പിടിച്ച് മുസാഫഹത്ത് ചെയ്യുക. അപ്പോ 20 വിരലിന്റെ ഇടയിലൂടെ രണ്ടുപേരുടെയും രണ്ട് കൈയിലൂടെയും 20 വിരലുകളുടെ ഇടയിലൂടെ മുഴുവൻ പാപങ്ങളും കൊഴിഞ്ഞുപോയി. എല്ലാ പാപവും കൊഴിഞ്ഞുപോയി. ആ സദഖ എന്ന പുഞ്ചിരിയിലൂടെ സദഖ എന്ന വലിയ ഒരു മഹത്വം അവന് ലഭിക്കുന്നു. സലാം പറയുമ്പോൾ വലിയ പ്രതിഫലം അവന് ലഭിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതന്മാരുടെ സലാം, നസാറാക്കളുടെ സലാം ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് പലരും. എന്താണ് ജൂതന്മാരുടെ അഭിവാദന തഹിയ്യത്ത്? എങ്ങനെയാണെന്നറിയോ? ഹദീസിൽ കാണാം, ജൂതന്മാരുടെ തഹിയ്യത്ത് ഇതാണ്. രണ്ടുപേരോട് ഉയർത്തി കാണിച്ചു.
ആരെ കണ്ടാലും വിജയചിഹ്നം കാണിക്കും. ഇതാണ് ജൂതന്മാരുടെ തഹിയ്യത്ത്. ഇനി നസാറാക്കളുടെ തഹിയ്യത്തുണ്ട്. അക്കുഫ് ഉയർത്തി, അൽ ഇഷാറത്തു ബിൽ അക്കുഫി എന്ന് പറഞ്ഞാൽ ഈ മുൻകൈ ഉയർത്തിട്ട് ഇങ്ങനെ കാണിക്കുക, കൈ വിശുക, വിഷ് ചെയ്യുക. ഇത് നസാറാക്കളുടെ തഹിയ്യത്താണ്. ഇത് രണ്ടും ഇസ്ലാം നിരോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാം. സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. അല്ലാതെ കൈപൊക്കി കാണിച്ചിട്ട് എന്ത് കിട്ടാൻ? ഇനി കൈപൊക്കി കാണിച്ചോളി, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കൈപൊക്കി കാണിക്കാൻ നോക്കുമ്പോ അസ്സലാമു അലൈക്കും പറ, അത് കുഴപ്പമില്ല. അല്ലാതെ കൈപൊക്കി കാണിച്ചിട്ട് ഇങ്ങനെ പോവാ. ഒന്ന് കൈപൊക്കി കാണിക്കാത്തതിനാ ചോദിക്കുന്നത്, സലാം പറയാത്തതിന് ആർക്കും പരാതിയില്ല. അതാ നമ്മൾ ജാഹിലിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഒരു നമ്മളിപ്പോ ആരെങ്കിലും ഇങ്ങോട്ട് വാട്സപ്പിൽ എന്തെങ്കിലും ഇട്ട ഇപ്പൊ പറയുന്ന എന്താണ്, നിങ്ങൾ സലാം പറയാത്തതും വിഷമമില്ല, വന്ന് കാണാത്തതും വിഷമമില്ല, ബുദ്ധിമുട്ട് പിന്നെ വീട്ടിലെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാത്തതിലും പ്രശ്നമില്ല, ഒന്നുമല്ല. ഇപ്പോഴത്തെ പരാതി എന്താണ് എല്ലാവരും പറയുന്നത്, അവൻ ഓൺലൈനിൽ ഉണ്ടായിട്ട് പോലും ഒരു മെസ്സേജ് അയക്കുന്നില്ല. അതാണ് അവൻ ഓൺലൈനിൽ ഉണ്ടായിട്ട് ഒരു മെസ്സേജ് അയക്കുന്നില്ല. ഈ കഴിഞ്ഞ മാസം ഈജിപ്തിൽ നടന്ന സംഭവം എന്താണെന്നറിയോ? ഞാൻ വെറുതെ പറയല്ല, തമാശയ്ക്ക് വരെ തള്ള് പൊട്ടിക്കുന്ന കാര്യമല്ല. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ മാസത്തെ ഒരു മാസികയിലെ വാരികയിലുള്ള ഒരു ഇസ്ലാമിക വാരികയിലുള്ള ഒരു ലേഖനത്തിൽ കൊടുത്തിരിക്കുകയാണ്, ഈ കഴിഞ്ഞ മാസം ഈജിപ്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു പള്ളിയില് സുബഹിന് ബാങ്ക് വിളിച്ചു. സുബഹിക്ക് ബാങ്ക് വിളിച്ചു. ഞാൻ വെറുതെ പറയുന്നതല്ല, ആവശ്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ ഞാൻ അത് ഫോട്ടോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഒരു മാസികയിലുള്ളതാ, ഒരു വാരികയിലുള്ളതാ. എന്താണെന്നറിയോ? സുബഹിയുടെ പള്ളി ഈജിപ്തിലാണ്. സുബഹിക്ക് അദ്ദേഹത്തിന് പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നും അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു എന്നും പറയുന്നുണ്ട്. അയാൾ എന്താ ചെയ്തെന്നറിയോ? സുബഹിക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. സുബഹിയുടെ ബാങ്കിന്റെ പ്രത്യേകത എന്താ? എന്ത് പ്രത്യേകതയാ? മറ്റ് ബാങ്കുകളിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. എന്താ അതിന്റെ അർത്ഥം? ഉറക്കത്തെക്കാൾ നമസ്കാരത്തിനാണ് ശ്രേഷ്ഠത എന്ന്. ഈജിപ്തിലെ പള്ളിയിൽ നിന്നൊരു മുക്രി, ഒരു മുഅദ്ദിൻ വിളിച്ചു പറഞ്ഞു, അസ്സലാത്തു ഖൈറും മിനൽ ഫേസ്ബുക്ക്. ഞാൻ കള്ളം പറയല്ല. ഈജിപ്തിലെ പള്ളിയിൽ നിന്ന് വിളിച്ച ഈ ബാങ്കിന് ആളുകൾ മുഴുവനും പള്ളിയിൽ എരച്ചു കയറി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു വാചകം എന്തിനു പറഞ്ഞു? അയാൾ തിരിച്ചു മറുപടി കൊടുത്തെന്ന്, രാത്രി ആരെങ്കിലും ഉറങ്ങുന്നെങ്കിൽ അത് പറഞ്ഞാ പോരെ. രാത്രി ആരെങ്കിലും കിടന്ന് ഉറങ്ങുന്നെങ്കിൽ പറഞ്ഞാ പോരെ. ഉണർന്നിരിക്കുന്നവനോട് ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠത നിസ്കാരത്തിലാണെന്ന് പറയണ്ടല്ലോ. ചെറുപ്പക്കാര് മുഴുവനും ഉണർന്ന് ഓൺലൈനിലാണ്, രാവും പകലും ഒരുപോലെയാണ്. അങ്ങനെ വന്നപ്പോ ഉറക്കമില്ലാതെയായി. ഇന്ന് നിങ്ങൾ കണ്ട ചാടി ഇറങ്ങുക, ചവിട്ടിയിടുക, വെട്ടി നുറുക്കുക, പിടിച്ച് കാല് പൊക്കുക, വെട്ടുക, വാഴക്കൈ വെട്ടും പോലെ ബൈക്കിൽ കയറുക, 2 കിലോമീറ്റർ ചെല്ലുക, നടു റോഡിൽ എറിയുക, ഒറ്റ പോക്ക്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കണ്ടില്ലേ നമ്മുടെ പോത്തങ്കോട് എന്താ സംഭവിച്ചത്? വീട്ടിൽ ചെന്നിട്ട് കയറി, അവിടെ വെച്ച് അവനെ പിടിച്ച് കിടത്തി, അവനെ വെട്ടിയിട്ട് കലി അടങ്ങുന്നില്ല, അവന്റെ കാല് പിടിച്ചുയർത്തി, എന്നിട്ട് വാഴക്കൈ വെട്ടും പോലെ വെട്ടി, അത് തോളത്ത് വെച്ചുകൊണ്ട് നേരെ ബൈക്കിന്റെ പുറകിൽ കയറി നടു റോഡിൽ 4 കവലയിൽ വന്നിട്ട് അത് വലിച്ചെറിഞ്ഞിട്ട് പോയി. ഇന്ന് ഒരു ചെറുപ്പക്കാരോടൊന്നും മിണ്ടാൻ പറ്റൂല. അപ്പോഴേ വെട്ടി നുറുക്കിക്കളയും. എന്താ കാര്യം എന്നറിയോ? എല്ലാത്തിനും ഭ്രാന്ത് പിടിച്ച് കിടക്കുക. ഉറക്കമുണ്ടെങ്കിൽ ഈ സമാനം കിട്ടും. ഇത് ഉറക്കമില്ലാതെ മൊത്തം ഭ്രാന്തന്മാരായി പോയെന്നെല്ലാം. ഒരു സൈഡിൽ കഞ്ചാവ്, അങ്ങനെ കുറെ ഭ്രാന്ത് വന്ന്, മറു സൈഡിൽ ഉറക്കമില്ല, അപ്പൊ കൂടുതൽ ഭ്രാന്തായി. മനുഷ്യന് ഉറങ്ങണം. രാക്കഥ പറയുന്നതിനെ തൊട്ട് നബി തങ്ങൾ നിരോധിച്ചു. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ ആദരണീയനായ ശൈഖുന മമ്മിക്കുട്ടി ഹസ്രത്ത് തവ്വലല്ലാഹു ഉംറ, അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, മഹാനവറുകൾ എന്റെ അഭിവന്യനായ ഗുരുനാഥനാണ്. മമ്മിക്കുട്ടി ഹസ്രത്ത് എന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പലർക്കും അറിയാം. ജാമിയ മന്നാനിയിലും അതിരാമ്പട്ടണം റഹ്മാനിയയിലും അതുപോലെ തന്നെ ആറ്റാശ്ശേരിയിലും ഒക്കെ ദർസ് നടത്തുന്ന മഹാനുഭാവൻ. ആ പ്രിയപ്പെട്ട പണ്ഡിതൻ എനിക്ക് ഒരുപാട് നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുമ്പോഴാണല്ലോ നമ്മുടെ ഉസ്താദുമാരെ കൂടുതൽ വിളിക്കുക. എനിക്ക് 2 പ്രതിസന്ധി ഉണ്ടായി 2 രാത്രിയിൽ. ആ 2 രാത്രിയിലും
ഞാൻ വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, രാത്രി ഒന്നും മിണ്ടാൻ പാടില്ല, അതുകൊണ്ട് രാത്രി വിളിക്കണ്ട, മിസ് കോൾ ഇടുക, രാവിലെ ഞാൻ തിരിച്ചു വിളിച്ചോളാം. റസൂലുള്ള രാത്രി സംസാരിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോഴുള്ള കഥയായി പറയുന്നത്. നേരം വെളുക്കുന്നതിന് മുമ്പ് രാത്രിയുടെ 3-ാം യാമത്തിൽ, രാത്രിയുടെ 3-ാമത്തെ 3 മണിക്കൂർ, അതാണ് 3-ാം യാമത്തിൽ, അതായത് ഇശാ നമസ്കാരം കഴിഞ്ഞ് കിടന്നാൽ സഹറിന്റെ സമയം, അത്താഴം കുടിക്കാൻ എഴുന്നേൽക്കുന്ന സമയം, ഇടയത്താഴത്തിന്റെ സമയം. ആ സമയത്ത് പണ്ട് കാലങ്ങളിൽ പള്ളിയിൽ നിന്ന് ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കാണ്. ഇപ്പൊ അതൊന്നും കേൾക്കാനില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഇപ്പൊ ആരെയും വിളിച്ചു നിർത്തണ്ട, സ്വന്തമായി എണീറ്റു വരാൻ അവരുടെയൊക്കെ കയ്യിൽ അലാറവും മറ്റു സംവിധാനങ്ങളൊക്കെ വന്ന്, മൊബൈലൊക്കെ വന്നപ്പോൾ അതിന്റെ ആവശ്യമില്ല. പണ്ട് കാലങ്ങളിൽ പള്ളി, ഞങ്ങളെ പനൂരത്തെ പള്ളിയിൽ നിന്നൊക്കെ കൃത്യമായി വിളിക്കും, അതിനു മുമ്പ് കുറച്ച് ഓതും. ഞാനും അങ്ങനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ബൈത്ത് പാടാനും ഓതാനൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു അവസ്ഥയിൽ രാത്രിയിൽ നിന്ന് നമ്മൾ അവസാന ഭാഗത്ത് അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം. സുബഹിക്കല്ല നമ്മൾ എഴുന്നേൽക്കേണ്ടത്, അതിന് മുമ്പേ ഒരു വിശ്വാസി എഴുന്നേൽക്കണം. കിടക്കേണ്ടത് എപ്പോഴാ? ഇശാ കഴിഞ്ഞാൽ ഉടനെ. ഞാൻ ചെറിയ കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ നോക്ക്, ലോകത്ത് ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യപ്പെടുന്നത് ഏതാണ്? ആടാണ്. നമ്മളെ നാട്ടിലൊക്കെയാണ് കോഴി കശാപ്പ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യപ്പെടുന്ന ജീവി ആടാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ നാട്ടിലുള്ളത് എന്താണ്? ആടാണ്. ഏറ്റവും കൂടുതലുള്ള ആടാണ്. വീട്ടിൽ വളർത്തുന്നത് ആടാൻ. 2, 3, 4, 5 ആടുകളുള്ള വീടുകളുണ്ട്. ചില വീടുകളിൽ തീരെയില്ല, അത് പോട്ടെ. എന്നാ പട്ടി റോഡിൽ ഇങ്ങനെ ഇഷ്ടംപോലെ പട്ടി, അത് കന്നിമാസത്തിലെ കൂടുതൽ കാണും, അല്ലാത്തപ്പോഴൊക്കെ പട്ടി കുറവാ. എന്തായാലും ഈ പട്ടി ഇങ്ങനെ ചുറ്റിപ്പറ്റി ഓടുന്നു. അത് നമ്മൾ ബൈക്ക് ഇടിച്ചാൽ പോലും, വണ്ടി ഇടിച്ചാൽ പോലും അതിനൊരു കുലുക്കമില്ല, എണീറ്റ് നന്നായിട്ട് നടന്നങ്ങ് പോകും. ഈ ഇടിച്ചപ്പം പിന്നെ 6 മാസം ആശുപത്രി കിടക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിൽ ഒരുപാട് പേര് അപകടത്തിൽപ്പെടുത്തിയ ഈ പട്ടി ഉണ്ടല്ലോ, ആ പട്ടി ഒരു കുഴപ്പമില്ലാതെ ഓടി നടക്കുന്നു. ആട് നിരന്തരം കശാപ്പ് ചെയ്തിട്ടും ഈ ആട് ഇഷ്ടംപോലെ അള്ളാഹു അതിന്റെ വർഗത്തിന് ബറക്കത്ത് കൊടുത്തു. എന്താ കാര്യം എന്നറിയോ? ആടിന് ഒരു പ്രത്യേകതയുണ്ട്. ആട് രാത്രി നന്നായിട്ട് ഉറങ്ങും, അത് അയവിട്ടില്ല. സുബഹിയുടെ സമയമാകുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ആട് ഉണരും. അതിന്റെ വർഗത്തിന് അല്ലാഹു ബറക്കത്ത് കൊടുത്തു. എന്നാൽ പട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പട്ടിയുടെ ഏറ്റവും വലിയ സമ്മേളനം നടക്കുന്ന രാത്രിയാ. എവിടെ പോയാലും രാത്രി പട്ടിയാണ്. സുബഹിയുടെ ബാങ്കിന്റെ സമയമാകുമ്പോ കടയുടെ മുൻപിൽ കടത്തിണ്ണയിൽ കിടന്നുറങ്ങും പട്ടി. അപ്പൊ സുബഹി വരെ ഫേസ്ബുക്കിൽ കളിച്ചിട്ട് ബാങ്ക് കേൾക്കാറാകുമ്പോ ഉറങ്ങുന്നവന്റെ അവസ്ഥ ബറക്കത്തുണ്ടാവോ ഇല്ലേ? ഏത് വിഭാഗത്തിൽപ്പെടും? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് ഈജിപ്തിലെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒരു ബാങ്ക് പറ്റി അവര് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഇത് ഉള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും അവസരോചിതമായി അമല് ചെയ്യാനുള്ള സൗകര്യമുള്ളത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. നടന്നു വരുന്ന വഴിയിൽ ഒരു വിശ്വാസിയുടെ മുഖത്ത് നോക്കി കിട്ടുന്ന പുഞ്ചിരിച്ചാൽ സ്വതക്ക. നടന്നു പോകുന്ന വഴിയിൽ ഒരാൾക്ക് ഒന്ന് ചുമടെടുത്ത് വെക്കാൻ പറ്റുന്നില്ല, അതിനെ ഒന്നെടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ അത് സ്വതക്ക. എന്തൊരു അനുഗ്രഹമാണ് അള്ളാഹു തരുന്നത്. അതുകൊണ്ട് ഏതൊരാണാവട്ടെ പെണ്ണാകട്ടെ, അവന്റെ ജീവിതത്തിൽ അള്ളാഹു അനുഷ്ഠിക്കാൻ പറഞ്ഞ, അള്ളാഹു പൊരുത്തപ്പെട്ട അമലുകൾ ചെയ്താൽ അവന് പരിശുദ്ധമായ ജീവിതം കൊടുക്കുമെന്നാണ്. അങ്ങനെ പരിശുദ്ധ ജീവിതം നേടിയാൽ ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും തൊയ്യിബീങ്ങളായി മാറും. ഇത്രയുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവനും തൊയ്യിബീങ്ങളായി മാറും, പെണ്ണുങ്ങൾ തൊയ്യിബാത്തുകളായി മാറും. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. മറക്കരുത്, നാട്, മണ്ണ്, വീട്, വൃക്ഷം, മക്കള്, ഭാര്യ, അധ്വാനം, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ തൊയ്യിബത്താകണമെന്ന് ഖുർആനിന്റെ സന്ദേശമാണ്. അല്ലാതെ കഴിക്കുന്നത് മാത്രമല്ല തൊയ്യിബത്താകേണ്ടത്. അപ്പൊ ഇത്രയും തൊയ്യിബത്തായാൽ പിന്നെ ഈ നാട്ടിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂറിൽ അല്ലാഹു പറഞ്ഞു, അൽ ഖബീസാതു ലിൽ ഖബീസീൻ വൽ ഖബീസൂന ലിൽ ഖബീസാ വത്തയ്യിബാതു ലിത്തൊയ്യിബീന വത്തയ്യിബൂന ലിത്തൊയ്യിബാത്. ആണുങ്ങള് ഖബീസായ, പെണ്ണുങ്ങള് ഖബീസ്.
ഖബീസത്ത്. ആണുങ്ങള് തയ്യിബായാല് പെണ്ണുങ്ങള് തയ്യിബാത്ത്. ഇനി പെണ്ണുങ്ങള് തൊയ്യിബാത്തായാൽ ആണുങ്ങള് തൊയ്യിബുകൾ, പെണ്ണുങ്ങള് ഖബീസാത്തായാൽ ആണുങ്ങള് ഖബീസ്. ഇതെന്റെ സഹോദരങ്ങളെ പൊതുതത്വമാണ്. നമ്മൾ പറയും നല്ല പെണ്ണിനെ കിട്ടിയില്ല, എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും? മോള് LLB ആണെങ്കിൽ നമ്മുടെ മകള് LLBക്ക് പഠിക്കുന്നവളാണ്, പഠിച്ചു കഴിഞ്ഞു, അവള് നല്ല ഒന്നാന്തരം വക്കീലായി. എന്നാൽ ആ മോളെ തെങ്ങ് തെങ്ങ് കയറാൻ പോകുന്നതിനെ കെട്ടിച്ചു കൊടുക്കുവോ? ഇല്ല. നമ്മൾ എന്താ പറയണ? കുഫു വെക്കൂല, നമ്മൾ LLB കാരനെ തന്നെ നോക്കുന്നു. മകള് MBBS ആണ്, ആരെങ്കിലും ഓട്ടോറിക്ഷ ഓടിക്കുന്നവനെ കെട്ടിച്ചു കൊടുക്കോ? ഇല്ല. കെട്ടിക്കുന്നത് ഒരു ഡോക്ടറെ കൊണ്ടായിരിക്കും. ഇല്ലേ? നമ്മൾ എന്താ പറയുന്നത്? കുഫുവത്തില്ല എന്നാ പറയുന്നത്. ഇത് നമ്മൾ വെച്ച കുഫു ആണെങ്കിലേ, ഇത് MBBS കാരനെ MBBS കാരൻ തന്നെ കല്യാണം കഴിക്കണമെന്ന് അള്ള വെച്ച നിയമമല്ല, ഈ നമ്മൾ വെച്ച നിയമമാണ്. നമ്മൾ വെക്കുന്നതിന് മുമ്പ് അള്ള നിയമം വെച്ചു. എന്താ? അൽ ഖബീസാതു ലിൽ ഖബീസീൻ والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات. എന്താണ് അല്ലാഹ് പറഞ്ഞത്? നല്ല ആണുങ്ങൾക്ക് അതേപോലെ നല്ല പെണ്ണുങ്ങളെ അല്ലാഹു കൊടുക്കും. മോശപ്പെട്ട ആണുങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നത് മോശപ്പെട്ട പെണ്ണിനെ തന്നെയായിരിക്കും, സംശയമില്ല. സഹോദരങ്ങളെ, ഇത് അള്ള വെച്ച കുഫുവാണെങ്കിൽ ഈ നാട് തൊയ്യിബീങ്ങളെ കൊണ്ട് നിറയണം, ഈ നാട് തൊയ്യിബാത്തുകളെ കൊണ്ട് നിറയണം. അതിനെന്തു വേണം? ഈ പറഞ്ഞ രീതികൾ അവലംബിക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങാ, നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കാ, നമ്മളിൽ നിന്ന് തുടങ്ങാ, നമ്മുടെ ഭാര്യമാരിലൂടെ സന്താനങ്ങളിലൂടെ ഈ നാട് മുഴുവൻ തൊയ്യിബീങ്ങളായ നബിയെ അങ്ങയോട് വന്നിട്ട് ചോദിക്കും. എന്താ ചോദിക്കുന്നത്? അവർക്ക് എന്താ ഹലാലെന്ന് അവരോട് നിങ്ങൾ പറയണം. നബിയേ, ത്വയ്യിബാത്ത് നിങ്ങൾക്ക് അനുവദനീയമാണ്. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞ രണ്ടാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹ് പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ യുഹിബ്ബു ത്വയ്യിബ, അവൻ പരിശുദ്ധമായതിനെ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. ലാ യഖ്ബലുല്ലാഹു ഇല്ലാ ത്വയ്യിബാ, പരിശുദ്ധമല്ലാത്തതൊന്നും അല്ലാഹ് വേണ്ട. അത് നാടാണെങ്കിലും വേണ്ട, അത് വീടാണെങ്കിലും വേണ്ട, അത് എന്താണെങ്കിലും വേണ്ട, പരിശുദ്ധമായതിനെ മാത്രം അല്ലാഹു മതി, അല്ലാത്ത ഒന്നും അല്ലാഹു വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമ്മളത് ധന്യമാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ.